ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു റെഡ് റോസസ്. ഇന്ന് നല്ല ഒരു സണ്ണി ഡേ ആണ് കേട്ടോ. നല്ല ശക്തിയായിട്ടുള്ള വെയിലുണ്ട്. റെസിപ്പി എടുക്കേണ്ട ദിവസമാണ്, കുറച്ച് തിരക്ക് പിടിച്ച ദിവസമാണ്, പുറത്തൊക്കെ ഒന്ന് പോകണം. അപ്പോൾ എളുപ്പത്തിലൊരു റെസിപ്പി എടുക്കാമെന്ന് വിചാരിച്ചു. എല്ലാ ആഴ്ചയിലും റെസിപ്പി ഇടണ്ടേ. അപ്പോൾ ഞാനൊരു ഈസി ആയിട്ടുള്ള ഒരു എഗ് റോളാണ് ഉണ്ടാക്കണത്. ചപ്പാത്തിയും കൂടി ഉപയോഗിച്ചിട്ടാണ് ഈസി എഗ് റോൾ ഉണ്ടാക്കുന്നത്. നമുക്ക് രാവിലെയൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ കഴിയും. കാരണം എന്താ വെച്ചാൽ ചപ്പാത്തി റെഡിമെയ്ഡ് വാങ്ങിയാൽ അത് ഒന്ന് ചൂടാക്കിയെടുത്ത് എഗ് റോൾ ഉണ്ടാക്കാൻ എളുപ്പമാണ്. അത് എങ്ങനെയാണ് എത്രയും പെട്ടെന്ന് പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. അതിനു മുമ്പ് ഞാൻ ഒരു ഷോട്ട് എടുക്കണം എന്നൊക്കെ വിചാരിച്ചിരുന്നു. നമ്മളുടെ ബ്രഹ്മകമലം വിരിഞ്ഞു. ഇന്നലെ 2 മുട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് എന്തായാലും രാത്രി അതിൻ്റെ ഒരു ഷോട്ട് എടുക്കണം എന്ന്. വിരിയണത് അത് രാവിലെ ആകുമ്പോൾ രണ്ടും കൂടി ഒരുമിച്ച് വാടിപ്പോയി. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരട്ടെ. പാവം തോന്നുന്നേ കണ്ടോ അത് വാടിപ്പോയത്? 2 എണ്ണം ഉണ്ടായിരുന്നു. ആദ്യം എന്നിട്ട് അതുമ്പോൾ 2 എണ്ണം വിരിയണത്. പാവം തോന്നുക എനിക്ക്. കുറച്ച് നേരമേ ഉള്ളൂ അതിൻ്റെ ഒരു ലൈഫ്. പാവല്ലേ, എന്താ ചെയ്യുക. പൂമ്പാറ്റയെ പോലെ തന്നെ. പൂമ്പാറ്റ കുറച്ച് ദിവസമല്ലേ നന്നായി പറന്ന് നടക്കുള്ളൂ, പിന്നെ അതിൻ്റെ ചെറുക്കൊക്കെ പോകുമല്ലോ. അതന്നെ നമ്മുടെ കണ്ണൻ അങ്ങോട്ടും ഇങ്ങോട്ട് ഓടി നടക്കുകയാണ്. കണ്ണന് മുറ്റത്തിറങ്ങി അപ്പം വേണം തുളസിയുടെ ഇല. നോക്കൂ, കണ്ണൻ ഓടുന്നത് നോക്കൂ ഒന്ന് കാണും. കണ്ണ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കും. തുളസിയുടെ ഇലക്കാണ് കണ്ണൻ അങ്ങോട്ടും ഇങ്ങോട്ട് ഓടുന്നത്. ഇത് കണ്ണൻ്റെ ഒരു സ്ഥിര സ്വഭാവമാണ്. ഞാൻ മുറ്റത്തിറങ്ങിയാൽ കണ്ണന് തുളസിയുടെ ഇല. അതാണ് കണ്ണൻ്റെ ഒരു പ്രത്യേക സ്വഭാവം. ഇപ്പം കണ്ണൻ വെറ്റിലയും കഴിക്കുന്നുണ്ട്. ഞാൻ കുറച്ച് വെറ്റില പിടിപ്പിച്ചിട്ടുണ്ട്, കാണിച്ചു തരാം. ഇതാണ് നമ്മളുടെ സുന്ദരി വെറ്റില. എൻ്റെ ഫ്രണ്ട് ഷൈല കൊണ്ടു തന്നാണ് കോഴിക്കോട് നിന്ന് വരുമ്പോൾ. ഇപ്പോൾ ഇവിടെ നന്നായി കാട് പിടിച്ച് വളരുന്നു. അപ്പോൾ കണ്ണന് ഇഷ്ടമാണ് വെറ്റില. ഞാൻ ഇതുവരെയായിട്ട് ഷൈലോട് പറഞ്ഞിട്ടില്ല കണ്ണന് വെറ്റില ഇഷ്ടമാണെന്ന്. അപ്പോൾ വേഗം അടുക്കളയിൽ പോയി എഗ് റോൾ ഉണ്ടാക്കാം. അതിന് മുമ്പ് നമുക്ക് കുറച്ച് പച്ചമുളക് പൊട്ടിക്കേണ്ടത്. ഞാൻ അതുകൂടി ഒന്ന് പൊട്ടിക്കട്ടെ. ഇതിൻ്റെ സ്റ്റെംസ് പെട്ടെന്ന് ഒടിയണോ അതെന്താണെന്ന് അറിയില്ല. ഈ മഴ പെയ്യണ കാരണം ഫ്രഷായി നിൽക്കണോണ്ടോ എന്തോ അറിയില്ല. 2-3 പച്ചമുളകേ ഞാൻ പൊട്ടിക്കുള്ളൂ അപ്പോഴത്തെ ആവശ്യത്തിന്. അല്ലെങ്കിൽ അത് വാടിപ്പോകുന്ന പേടിച്ചിട്ടാണ്. പിന്നെ എനിക്ക് ഇങ്ങോട്ട് വരാൻ പേടിയാണ്. ചിലപ്പോൾ ഇവിടെ വല്ല എഴുജന്തുക്കളൊക്കെ ഉണ്ടെങ്കിലോ വെച്ചിട്ട് ആവശ്യത്തിന് മാത്രമേ ഞാൻ പൊട്ടിക്കാറുള്ളൂ. സുനേട്ടുള്ളപ്പോഴേ ഞാൻ ഇങ്ങോട്ട് വരുള്ളൂ. മോളുള്ള സമയത്ത് അവൻ വരും എൻ്റെ ഒപ്പം പൊട്ടിക്കാൻ. അപ്പം നമുക്കിത് മതി നമ്മളുടെ ആവശ്യത്തിന്. എഗ് റോളിൻ്റെ ഫില്ലിങ് ശരിയാക്കാനേ പച്ചമുളക് വേണം. അപ്പോൾ അതിലേക്ക് ഒരു പച്ചമുളകേ ആവശ്യമുള്ളൂ. അപ്പോൾ അത് ഫ്രഷായിട്ട് പൊട്ടിക്കാൻ വിചാരിച്ചു. ഞാൻ ഇങ്ങോട്ട് നോക്കണത് എന്താ അറിയുമോ, എന്തോ ഇങ്ങനെ എഴഞ്ഞു പോണ ശബ്ദം നോക്കിയപ്പോൾ എന്താ അതുമേ ഇതുണ്ട്. പുളിമേ മറ്റേ ചവിത്തിലക്കിളി എന്ന് പറയും, അതുണ്ട്. അണ്ണയുണ്ട്, അതാണ്. ഇതുമിലും ഉണ്ട് കേട്ടോ. ഒരു പുതിയ തരം പച്ചമുളകാണിത്. മഴയായിട്ട് കുറേ നശിച്ചു പോയിന്നേ. രാജേച്ചിയുടെ വീട്ടിൽ നീല പച്ചമുളകുണ്ട്. അപ്പോൾ രാജേച്ചി പച്ചമുളക് കൊണ്ടുതരാമെന്ന് പറഞ്ഞു. അതിൻ്റെ ചെടി ഇത് ഇനിയും വലുതാവും. വെറുതെ എന്തിനാ അങ്ങനെ പൊട്ടിച്ച് നശിപ്പിക്കണം അല്ലേ. അപ്പം നമുക്ക് അടുക്കളയ്ക്ക് പോവാം. എഗ് റോളിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ 4 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. കുരുമുളക് പൊടി ആഡ് ടു ടേസ്റ്റ്. ഗരം മസാല, എല്ലാം കൂടി ബീറ്റ് ചെയ്യാം. അപ്പോൾ ഇത് ബീറ്റ് ചെയ്തെടുത്തു. 2 എഗ് റോളാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആവശ്യത്തിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ. സവാള, കാബേജ്, ക്യാരറ്റ്, ടൊമാറ്റോ. ഇതിൽ ക്യാപ്സിക്കം വേണമെങ്കിലും ഒക്കെ നിങ്ങൾക്ക് ചേർക്കാം. ഒക്കെ നിങ്ങളുടെ ടേസ്റ്റിനും ഇഷ്ടത്തിനും അനുസരിച്ച്. കുറച്ച് ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുക്കണം. ഒരു നാരങ്ങയുടെ പകുതി ഭാഗമാണ് എടുക്കുന്നത്. ഇനി കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം. അത് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച്. അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കട്ടെ. കുറച്ച് കുരുമുളക് പൊടി. ഒരു പച്ചമുളക് ചെറുതായി അരിഞ്ഞതാണ്. ഞാൻ കണ്ടോ കുണുകുണാന്നരിഞ്ഞ പച്ചമുളക്. കുറച്ച് കുരുമുളക് പൊടി കൂടി വേണം. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇത് മതി കുരുമുളക് പൊടി കേട്ടോ. ഇതെല്ലാം കൂടി മിക്സ് ചെയ്തെടുത്ത് ഇതവിടെ മാറ്റി വയ്ക്കും. അപ്പോൾ ഈ 2 സാധനങ്ങൾ നമുക്ക് മാറ്റി വയ്ക്കും. പിന്നെ വേണ്ടത് ടൊമാറ്റോ സോസ്, വെജിറ്റബിൾ മയോണൈസ്, അതാണ് ഞാൻ ഇതിന് യൂസ് ചെയ്യണത്. പിന്നെ നമ്മളുടെ ബട്ടർ, 2 ചപ്പാത്തി വേണം. അപ്പോൾ ഇത്രയും സാധനങ്ങൾ ഇതിന് വേണം.
അപ്പം ഇതൊന്ന് മിക്സ് ആക്കട്ടെ കേട്ടോ. ആദ്യം ചപ്പാത്തി ഒന്ന് നമുക്ക് ചുട്ടെടുക്കാം. നെയ്യോ ബട്ടറോ യൂസ് ചെയ്യാം. നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യാം. നമുക്ക് എഗ് മിക്സ്ചർ ഒഴിച്ചു കൊടുക്കാം. പകുതി ഒഴിക്കാം, നമുക്ക് 2 എണ്ണല്ലേ വേണം. ഇത് ഞാൻ കുറച്ച് മല്ലിയില ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ ചപ്പാത്തിയാണ് വെച്ച് കൊടുക്കും. അടച്ചു വയ്ക്കും. കണ്ടോ, ഇത് ഊറ്റിക്കുമ്പോഴത്തേക്ക് നമുക്കിത് മെല്ലെ അങ്ങോട്ട് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. പൊട്ടാതെ വേണം മറിച്ചിട്ട് കൊടുക്കാൻ. ഈസി ആയിട്ട് കണ്ടോ വരുന്നുണ്ട്. കണ്ടോ, നമുക്കത് ഒന്നും കൂടി അടച്ചു വയ്ക്കാം. വളരെ നല്ലൊരു ടെക്നിക്കാണ് കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കിയാൽ. നമുക്കിതും തുറന്നു നോക്കാം. വീട്ടിലേക്ക് നോക്കാം. ഇനി ഇടുമ്പോൾ നമുക്ക് മയണൈസും ഒറിഗാനോ ഒക്കെ വെച്ചൊന്ന്, വെജിറ്റബിൾ മയണൈസാണ് ഇതിന് യൂസ് ചെയ്തിരിക്കുന്നത് കേട്ടോ. നമുക്ക് ആവശ്യത്തിനുള്ള സോസ് ആഡ് ചെയ്യാം. അതൊന്ന് ചെറുതായി സ്പ്രെഡ് ചെയ്യാം. നമുക്കിതിന് വേണ്ട ഫില്ലിങ്സ് ഇട്ട് കൊടുക്കാം. നല്ല ടേസ്റ്റാണ് മക്കൾ. നമുക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള ഫില്ലിങ്സ് ചേർത്താൽ മതി കേട്ടോ. ഈ ഫില്ലിങ്സിൽ ഞാൻ ഇത് ചേർത്തിട്ടുണ്ട്, മല്ലിയില ഇട്ടിട്ടുണ്ട് കേട്ടോ. ബട്ടർ പേപ്പർ കൊണ്ട് വേണമെങ്കിൽ നമ്മൾ റാപ്പ് ചെയ്യാം കേട്ടോ. ഞാൻ ഇവിടെ ബട്ടർ പേപ്പർ യൂസ് ചെയ്യാറില്ല. ഇനി മയോണൈസൊക്കെ എത്ര മതി. ഇനി നമുക്കിത് ചുരുക്കി എടുക്കാം. ഇങ്ങനെ വേണമെങ്കിൽ ഇത് നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്യാം ഭാഗം. ഇപ്പം നീ അതിൻ്റെ ആവശ്യമില്ല. അപ്പം ഈസി ആൻഡ് സ്പൈസി ചപ്പാത്തി എഗ് റോൾ ഇവിടെ റെഡി. ഇത് നമുക്ക് ഇനി കഴിക്കാം. വളരെ എളുപ്പമുള്ള ഒരു നല്ലൊരു സ്നാക്കാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്യൂ. ഇനി വെറൈറ്റി വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് വരും. അപ്പോൾ എഗ് റോൾ ഇവിടെ റെഡിയായി. നമുക്കിത് ചൂട് കൊടുക്കണ തന്നെ കഴിക്കാം. ഭയങ്കര ടേസ്റ്റാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നന്നായിട്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യൂ കേട്ടോ. കുട്ടികൾക്ക് ഇഷ്ടാവും. സ്നാക്ക് ബോക്സിലേക്കും വേണമെങ്കിൽ ഇത് വെക്കാം. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇനിയും വരും. എല്ലാവർക്കും നല്ലത് വരട്ടെ. ശുഭദിനം ആശംസിക്കുന്നു.